ഒരു ധാവണിയും പാവാടയും കണ്ടാലോ? ഈ ധാവണിയും പാവാടയും എനിക്കാണ് കേട്ടോ. എന്നോ വിചാരിക്കുന്നതാണ് ധാവണിയും പാവാടയും കൊടുക്കണമെന്ന്. പണ്ടോ കൊടുത്തില്ല. അങ്ങനെ ആദ്യമായിട്ടൊരു ധാവണിയും പാവാടയ്ക്കും വേണ്ടിയിട്ട് ഞാൻ തുണി മുറിച്ച് വാങ്ങി. രണ്ടും ഒരേ കളറുള്ള തുണിയാട്ടോ എടുത്തത്. ഇപ്പം ഉണ്ടല്ലോ എല്ലാവരും ബ്ലൗസും ഷോളും ഒരു കളറും, പാവാട ഇതുപോലെ സെറ്റിൻ്റെ അങ്ങനത്തെ കളറാണല്ലോ. പക്ഷെ ഞാനിത് രണ്ടും ഒരേ കളറിലാണ് എടുത്തത്. ഇതാകുമ്പം ബ്ലൗസ് മാറ്റി മാറ്റി ഇടാലോ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ എടുത്തത്. ഈ കളർഫുൾ ആക്കണമെങ്കിൽ നമുക്കൊരു ഷാൾ വേറെ കളറിലും മുറിച്ച് മേടിക്കാം. അപ്പം ഞാൻ ഏതായാലും ഈ പ്രാവശ്യം മുത്തുക്കുട എടുക്കുന്നത്. അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് എന്തായാലും സെറ്റും മുണ്ടിന് പകരം ഈ പ്രാവശ്യം ധാവണിയാക്കി. ചെറിയ ചമ്മലും മടിയൊക്കെ ഉണ്ട്, എന്നാലും വേണ്ടിയില്ല ഈ പ്രാവശ്യം രണ്ടും കൽപ്പിച്ചങ്ങനെ ഇതാ ഇതിൻ്റെ ഫൈനൽ ഇങ്ങനെ ഭാഗത്തേക്കാണ്. ഞാൻ കുറച്ച് ഭാഗം ഒന്ന് പ്രസ്സാക്കി അടിക്കുകയും ചെയ്തിട്ടോ. എനിക്ക് അധികം ഇങ്ങനെ ചെതറി നിൽക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. ചെറിയ മക്കൾക്കൊക്കെ ആണെങ്കിൽ ഇത് ഈ അടുപ്പിൻ്റെ ആവശ്യമില്ല. അപ്പം പ്രായമൊന്നും ആരും നോക്കണ്ട. ആർക്കെങ്കിലും ഇതുപോലെ ഇടാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം പോയി മുറിച്ച് വാങ്ങിക്കോളി. ഞാൻ വളരെ ചമ്മലൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു ധാവണിയും പാവാടയും കൊടുക്കാൻ. എന്തായാലും ഈ പ്രാവശ്യം അതൊന്നും നോക്കിയില്ല. അങ്ങനെ ഇതാ മുത്തുക്കുട എടുക്കാൻ വേണ്ടിയിട്ട് അമ്പലപ്പാറ അമ്പലത്തിലേക്ക് പോകുന്നത്. അവിടെ നിന്നാണ് വരവ് വരുന്നത്. അപ്പം ഓക്കെ, ബായ്.